40 മണിക്കൂറായി ഇവൻ ഈ ലാൻഡ് മൈനിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഷൂലേസ് എടുത്ത് കോടാലിയിൽ കെട്ടി. പതിയെ എഴുന്നേറ്റ് കോടാലി മുന്നോട്ടെറിഞ്ഞു. ഏതാനും അടി അകലെ കിടന്ന ബാക്ക് പാക്കിൽ കോടാലി കുത്തിനിന്നു. അയാൾ ശ്രദ്ധയോടെ ബാക്ക് പാക്ക് തന്റെ അടുത്തേക്ക് വലിച്ചെടുത്ത് തുറന്ന് റേഡിയോ പുറത്തെടുത്തു. സഹായത്തിനായി ആസ്ഥാനത്തേക്ക് വിളിച്ചു. എന്നാൽ രക്ഷാപ്രവർത്തകർ എത്താൻ 52 മണിക്കൂർ കൂടിയെടുക്കും. അപ്പോഴാണ് അയാൾ മുകളിലേക്ക് നോക്കിയത്. ഒരു വലിയ മണൽക്കാറ്റ് അടുക്കുന്നു. അയാൾ മുഖത്ത് സ്കാർഫ് ചുറ്റി ഭാരം കൂട്ടാൻ ബാക്ക് പാക്ക് തോളിലിട്ടു. സ്വയം നിലയുറപ്പിക്കാൻ റൈഫിൾ മണലിൽ ആഴ്ത്തി നിർത്തി. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. അയാൾ ഏതാണ്ട് പറന്നു പോകുമായിരുന്നു. പക്ഷേ എങ്ങനെയോ അതിജീവിച്ചു. കത്തിജ്വലിക്കുന്ന സൂര്യന് കീഴെ മണിക്കൂറുകൾ കടന്നുപോയി. അയാൾ വിഭ്രാന്തിയിലായി മുന്നോട്ട് തുറച്ചുനോക്കി സ്വയം സംസാരിക്കാൻ തുടങ്ങി. അന്ന് രാത്രി ഒരു ചെന്നായ ആക്രമിച്ചു. അയാൾ റൈഫിളിന്റെ കുഴൽഭാഗം ഉപയോഗിച്ച് അതിനെ തുരത്തി. അപ്പോൾ മറ്റൊരു ചെന്നായ അയാളുടെ കൈയിൽ കടിച്ചു. കൂടുതൽ ചെന്നായ്ക്കൾ ഒന്നൊന്നായി പിന്തുടർന്നു. നേരം പുലർന്നപ്പോൾ ചത്ത ചെന്നായ്ക്കൾ അയാളുടെ ചുറ്റും ചിതറിക്കിടന്നു. രക്ഷാവാഹനം എത്തിച്ചേർന്നിരുന്നു. പക്ഷേ അവർക്ക് അയാളെ കാണാൻ കഴിഞ്ഞില്ല. ഫ്ലെയർ ഗൺ ഏതാനും അടി അകലെയായിരുന്നു. അതിജീവിക്കാൻ അയാൾക്ക് ഒരൊറ്റ ചുവടുവെപ്പ് നടത്തേണ്ടതുണ്ടായിരുന്നു. അയാൾ അത് ചെയ്തു. പക്ഷേ ലാൻഡ് മൈൻ പൊട്ടിയില്ല. അയാൾ മണലിൽ കുഴിച്ചു. അതെ, ലാൻഡ് മൈൻ അല്ലായിരുന്നു.